ഒരു മുസ്ലിം പെൺകുട്ടി അവളുടെ കോളേജിൽ എന്തോ ഒരു പരിപാടിക്ക് ഒരു ഗ്രൂപ്പ് ഡാൻസ് കളിച്ചു. ഹിജാബ് ധരിച്ചിട്ടാണ് കളിച്ചത്. അതിപ്പോ ഭയങ്കര വിഷയമായിരിക്കുകയാണ് സുഹൃത്തുക്കളെ. ഇൻസ്റ്റാഗ്രാം തുറന്നു കഴിഞ്ഞാണെങ്കിൽ ഈ പെൺകുട്ടിന്റെ ഡാൻസും അതുമായി ബന്ധപ്പെട്ടുള്ള കുറെ റിയാക്ഷൻ വീഡിയോസ് മാത്രമേ കാണാനുള്ളൂ. ഈ പെൺകുട്ടി നല്ല അസലായിട്ട് ഡാൻസ് കളിച്ചിട്ടുണ്ട്. പക്ഷെ പലർക്കും അത് അത്രക്ക് അങ്ങോട്ട് പിടിച്ചില്ല. കാരണം എന്താണ്? ഈ പെൺകുട്ടി ഒരു മുസ്ലിമാണ്, ഹിജാബ് ധരിച്ചിട്ടാണ് ഡാൻസ് കളിച്ചത്, അത്ര തന്നെ. നിനക്ക് നരകത്തിലെ വെറുക്ക് കൊള്ളിയാകണോ മോഡോ എന്ന് പറഞ്ഞുകൊണ്ട് ഇപ്പൊ കുറെ ഇറങ്ങിയിട്ടുണ്ട്. അതിൽ മെയിൻ ആയിട്ടുള്ള ഒരു താത്തയാണ് മൂബീസ് പാരഡൈസ് എന്ന് പറയുന്ന ഒരു താത്ത. എവിടെ ചെന്നാലും ഒരു വക ആൾക്കാര്. പണ്ട് ഇൻസ്റ്റാഗ്രാമിൽ പലജാതി ഡാൻസുകളും കളിച്ച് നടന്ന ആളായിരുന്നു നമ്മുടെ മുബീന താത്ത. പക്ഷെ പെട്ടെന്നൊരു സുപ്രഭാതത്തിലാണ് താത്തയിൽ ചില മാറ്റങ്ങൾ കണ്ടു തുടങ്ങിയത്. താത്തക്ക് ദൈവവിളി വന്നു. അതോടെ താത്ത നന്നായി. പെണ്ണുങ്ങളെല്ലാം തട്ടമിടിക്കലായിരുന്നു പിന്നീട് മുബീന താത്തിന്റെ മെയിൻ പരിപാടി. പക്ഷെ ഈ കോളേജ് പെൺകുട്ടി ഡാൻസ് കളിച്ച സംഭവത്തിൽ ആ പെൺകുട്ടി ഹിജാബ് ഇട്ട് ഡാൻസ് കളിപ്പിച്ചതാണ് മുബീന താത്തനെ ചൊടിപ്പിച്ചത്. തന്നോട് പലതവണ ഞാൻ പറഞ്ഞിട്ടുണ്ട് തന്റെ ഈ കക്കൂസ് വാ കൊണ്ട് ചളബള ഓരോന്ന് വിളിച്ചു പോരുന്നു. ഈ വീഡിയോ നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാകും, ഒരുപാട് പെൺകുട്ടികൾ മനോഹരമായി ഡാൻസ് ചെയ്തിട്ടും ഒരു പെൺകുട്ടിയാണ് ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കപ്പെട്ടത്. എന്തുകൊണ്ടാണ്? ബിക്കോസ് ഷീ ഈസ് വെയറിംഗ് ഹിജാബ്. അതിന് നീ എന്തിനാ നിന്റെ കാർബറേറ്റർ ഇത്ര ചൂടാക്കണേ? എന്തോ വലിയ കണ്ടുപിടുത്തം നടത്തിയ പോലെയുള്ള താത്ത വന്നിരുന്നു പറയുന്നത്. ഒരുപാട് പെൺകുട്ടികൾ ഡാൻസ് കളിച്ചിട്ടും അതിൽ ഹിജാബ് ധരിച്ച പെൺകുട്ടി മാത്രം ശ്രദ്ധിക്കപ്പെട്ടു പോലും. അതെന്താ? നിങ്ങളെപ്പോലുള്ള ആളുകൾ തന്നെയാണ് താത്ത അതിന് കാരണം. അത് ആദ്യം മനസ്സിലായി. 10-12 കൊല്ലായിട്ട് ബ്രഹ്മചാരിയെ പോലെ ജീവിച്ചവനാ ഞാൻ. ഇതൊന്നും കാണുന്നത് എനിക്ക് ഇഷ്ടമല്ല. തട്ടമിട്ട് ഡാൻസ് കളിക്കല്ലേ പെണ്ണെ, നരകത്തിൽ പോകും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവിടെ ഇവിടെയൊക്കെ പോയി ഓരോ കമന്റുകൾ ഒട്ടിച്ചു വെക്കുന്നുണ്ടല്ലോ നിങ്ങളെ പോലുള്ള ആൾക്കാർ. അങ്ങനെയാണ് ഈ പെൺകുട്ടി മാത്രം ശ്രദ്ധിക്കപ്പെട്ടത്. മനസ്സിലായോ? അല്ലെങ്കിൽ ഒരു സാധാരണ ഡാൻസ് എന്നുള്ള രീതിയിൽ മാത്രമേ ആളുകൾ ഈ ഡാൻസിനെ നോക്കി കാണുമായിരുന്നുള്ളൂ. ആരാന്റെ കാര്യത്തിൽ എന്താ താല്പര്യം? ശരി നിശ്ചയിക്കാൻ നിങ്ങളാരാ? വലിയ ന്യായാധിപം വന്നിരിക്കുന്നു. ഞാനൊന്ന് ചോദിക്കട്ടെ, നമ്മൾ ഈ സീറ്റ് ബെൽറ്റ് ധരിക്കില്ലേ? എന്തിനാണ്? സുരക്ഷയ്ക്ക് വേണ്ടിയിട്ട്. ഈ സീറ്റ് ബെൽറ്റ് ധരിച്ചുകൊണ്ട് തിരക്കുള്ള സ്ഥലത്തിലൂടെ 100-120 സ്പീഡിൽ കാർ ഓടിച്ചു പോയാൽ എങ്ങനെ ഇരിക്കും? ആ കാർ ഓടിക്കുന്ന ആൾക്കും അവിടെ യാത്ര ചെയ്യുന്ന എല്ലാവർക്കും ഡേഞ്ചർ അല്ലേ? പിന്നെ ഈ സീറ്റ് ബെൽറ്റ് കൊണ്ട് എന്താണ് പ്രയോജനം? എഡ്യൂക്കേഷൻ തീരില്ലാത്തോണ്ടാ. അതങ്ങനെ പഠിക്കാൻ പറ്റ സമയത്ത് ഗോലി കളിക്കാൻ നടന്നാ ഇങ്ങനെയൊക്കെ. ഒരൊറ്റ റിക്വസ്റ്റേ ഉള്ളൂ, ഡാൻസ് ചെയ്യണമെങ്കിൽ ചെയ്യാം. പക്ഷെ ദയവ് ചെയ്ത് ഹിജാബ് ധരിച്ചുകൊണ്ട് ഡാൻസ് ചെയ്യാതിരിക്കുക. ഹിജാബ് ധരിച്ചുകൊണ്ട് തന്നെ ഡാൻസ് ചെയ്യും. നിങ്ങൾ എന്താ ചെയ്യണമെന്നുള്ളൊന്ന് കാണണല്ലോ. അങ്ങനെ നാട്ടുകാരുടെ മുൻപിൽ താൻ ഒരു വഷളനാക്കി, ഒരു നിഷ്ഠൂരനാക്കി. തൃപ്തിയായില്ലേ എനിക്ക്? ഹിജാബിന് അതിൻ്റെതായിട്ടുള്ള ഒരു പരിശുദ്ധിയുണ്ട്. ഞാൻ ആ പെൺകുട്ടിയെ കുറ്റപ്പെടുത്തുകയോ വിമർശിക്കാനോ വേണ്ടിയല്ല ഈ വീഡിയോ ചെയ്യുന്നത്. പക്ഷേ നാളെ ഇത് കണ്ട് മറ്റുള്ളവർ കൂടി ഇതേപോലെ ഇറങ്ങിയാൽ അത് വലിയ ബുദ്ധിമുട്ടാവും. അതുകൊണ്ട് മാത്രമാണ് കേട്ടോ. ഏതാപ്പാ ചിരി? ആ പെൺകുട്ടിയെ സൈബർ അറ്റാക്കിന് ഇട്ട് കൊടുത്തിട്ട് അവസാനം നിന്ന് പറയാന്ന് ആ പെൺകുട്ടിയെ കുറ്റപ്പെടുത്താൻ വേണ്ടിയല്ല പോലും വീഡിയോ ചെയ്തത്. വല്ലാത്ത ജാതി. അതൊന്നും പറഞ്ഞാൽ മനസ്സിലാവില്ല, ആർക്കും മനസ്സിലാവില്ല.